പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ രാത്രികാലം ഗ്രേസ് വർഷിപ്പ് സെൻറ്റർ എന്ന ഫേസ്ബുക്ക് പേജിൽ കർത്താവിൻ്റെ വചനമായി ഈ രാത്രിയിൽ അവിടെ നിന്ന് വന്ന് നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി തന്നു. എന്നെ ക്ഷണിച്ച ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാസ്റ്റർ ബിനോയ് കോട്ടയം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും അടിയനെ ഇനിയും കാണാനിരിക്കുന്ന ദൈവമക്കൾക്കും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിലെ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഒരു പാട്ടുപാടി ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. കുഞ്ഞാട്ടിൽ നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൻ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. ഭീകരമാം ചെങ്കാടലും മിശ്രമി സൈന്യ നിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ഭീകരമാം ചെങ്കാടലും മിശ്രമിൻ സൈന്യ നിരയും ഹല്ലേലൂയ ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൻ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം ദാനവർക്കെന്നുമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിൻ്റെ രാത്രിയുടെ അനുഗ്രഹത്തിനായി ആ തിരുവചനത്തിൽ നിന്നും ഒരു വേദവാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 57-ാം വാക്യം. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇത്. വർത്തമാന കാലഘട്ടത്തിലും കഴിഞ്ഞ കാലഘട്ടത്തിലും ഒരുപാട് സന്ദേശങ്ങൾ ഈ തിരുവചനത്തിലൂടെ നാം എല്ലാവരും കേട്ടതാണ്. ഇന്നും നാം ഈ തിരുവചനത്തിലൂടെ ദൈവിക ആലോചനകൾ കൈമാറുന്നുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും: ജയം നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ജയം നൽകുന്ന ദൈവത്തെ ഇന്ന് രാത്രി പരിചയപ്പെടുത്തുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വിജയിക്കണം. എങ്ങനെയെങ്കിലും എനിക്ക് ജയിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് നാം കുറവാണ്. എന്നാൽ പരാജയത്തിൻ്റെ ഏടുകളാണ് നമ്മുടെ മുൻപിൽ വിശാലമായി കിടക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം, എവിടെയെങ്കിലും ഒന്ന് ജയിക്കണമെന്ന് അകത്ത് ദാഹമുണ്ടായിരിക്കണം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൻ്റെ മേഖലയിൽ നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ,
നീ പോകുന്ന ഇടങ്ങളിൽ നിനക്ക് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ, നീ കൈതൊട്ട ഇടങ്ങളിലെല്ലാം, നീ കാലുകുത്തിയ ഇടങ്ങളിലെല്ലാം നിന്റെ ജീവിതത്തിൽ നിനക്ക് പരാജയമാണോ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ, ഇന്ന് രാത്രിയിൽ തിരുവനന്തപുരത്തൂടെ ദൈവം നമ്മളോട് പറയുന്നു, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, നീ പരാജയപ്പെടത്തില്ല. കാരണം ഞാൻ ജയിച്ച ദൈവമാണ്, സകലത്തെയും ഞാൻ ജയിച്ചവനാണ്. അതുകൊണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്, ആ ദൈവത്തോടാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. നോക്കൂ, വേദവാക്യം ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജയം നൽകുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്ക് ജയിക്കണം എന്നുള്ളതാണ്. എന്നാൽ ജയം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ കുറവാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ പരാജയത്തിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നീ എവിടെ പരാജയപ്പെട്ടുവോ, സ്വർഗം നിന്നെ ജയിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ എവിടെയാണ് താർക്കപ്പെട്ടത്, നീ എവിടെയാണോ നിന്ദിതനായി തീർന്നിരുന്നത്, ആ മേഖലയിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിന്റെ കരം ചലിക്കുവാൻ പോവുകയാണ്. അവൻ നിനക്ക് ജയം നൽകുവാൻ പോവുകയാണ്. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവാ എഡിസൺ ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി, ഒരുപാട് പരാജയപ്പെട്ടു. അവസാനം അദ്ദേഹം ആ വിജയത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം വിജയിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ബൾബ് കണ്ടുപിടിക്കൂ. നമുക്കറിയാം, റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി ജീവിതത്തിൽ, പക്ഷെ അവസാനം താൻ വിജയിക്കുവാനിടയായി തീർന്നു. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ ഒരു സുപ്രഭാതത്തിൽ വിജയിക്കുകയല്ലായിരുന്നു, മറിച്ച് ഒരുപാട് പരാജയങ്ങൾ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ അവർ ഏറ്റുവാങ്ങി അവസാനം അതിൽ അവർ വിജയം കണ്ടു. നോക്കണം, TV കണ്ടുപിടിച്ച ജോൺ എൽ ബെയർഡ് ഒറ്റയടിക്ക് വിജയിക്കുകയല്ലായിരുന്നു, മറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി പരാജയപ്പെട്ടുവെങ്കിലും അവസാനം വിജയത്തിന്റെ കൊടുമുടിയിൽ ആ മഹാൻ എത്തിച്ചേർന്നു നിന്നു. നോക്കണം, ഇന്ന് കാണുന്ന മഹാരഥന്മാർ, ഇന്ന് കാണുന്ന അനേക പ്രമുഖർ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് വിജയിച്ചു വന്നവരല്ല. തങ്ങളുടെ പാന്താവുകളിൽ പരാജയങ്ങളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി അവസാനം വിജയത്തിന്റെ നെറുകയിൽ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ രാത്രിയിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദനെ, നീ എവിടെയാണ് പരാജയപ്പെട്ടു പോയത്? ശുശ്രൂഷ മേഖലകളിൽ നിനക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിനക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നീ പോകുന്ന ഇടങ്ങളിൽ നിനക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ സകലത്തെയും ജയിച്ച യഹോവയാകുന്നു. ആമേൻ. അവന്റെ വാക്കുകൾക്ക് കാതു കൊടുക്കുക, അവനിൽ ആശ്രയിക്കുക, അവനിൽ ശരണം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് മഹത്വം, എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കും? യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി തന്നിരിക്കുകയാണ്. ഏതെല്ലാം മേഖലകളിലാണോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ജയം നൽകിയിരിക്കുന്നത്, ചില ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് കൈമാറിയതിന് ശേഷം വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ജയം നൽകുന്ന ദൈവം. ആ ദൈവം ഏതെല്ലാം നിലകളിലാണ് നമുക്ക് ജയം നൽകുന്നത്? ഒന്ന്, പാപത്തിൽ നിന്ന് ജയം നൽകുന്ന ദൈവം. ഒന്ന്, പാപത്തിൽ നിന്ന് ജയം നൽകുന്ന ദൈവം. സകല മനുഷ്യനും പാപിയാണ്. പാപം ചെയ്യാത്ത മനുഷ്യൻ ഉലകത്തിലില്ല. ലോകത്തിൽ 248 രാജ്യങ്ങളിൽ പരം രാജ്യങ്ങളുണ്ട്. അതിൽ 700 കോടിയിൽ പരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ലോകത്തിൽ സകല മനുഷ്യനും പാപികളാണ്. പാപി അല്ലാത്ത മനുഷ്യൻ ഉലകത്തിലില്ലേ ഇല്ല. എന്നാൽ പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ ഒരുവനുണ്ട്. മനുഷ്യന്റെ വേഷം കടമെടുത്തുകൊണ്ട് ഈ ധാരയിൽ ഇറങ്ങി വന്നവൻ, അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. അവനിൽ പാപമില്ല, അവന് കളങ്കമില്ല.
അവനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഒന്ന്, യേശുക്രിസ്തു പാപത്തിൽ നിന്നും ജയം നൽകുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു സകല മനുഷ്യരും പാപികളാണെന്ന്. വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു ചിന്ത കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ആദാമും ഹവ്വായും ഇവർ പാപം ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. നോക്കണം, അങ്ങനെ പാമ്പ് കൗശലമേറിയ ജന്തുവായതുകൊണ്ട് ആദാം ഹവ്വമാരെ പാപം ചെയ്യിക്കുവാൻ പ്രേരിപ്പിച്ചു. തദനന്തരം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് ആ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കി. പാപം ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ പരദീസ അവർക്ക് നഷ്ടപ്പെട്ടു. പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ നഗ്നരെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. പാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്വർഗം മെനഞ്ഞെടുത്ത, സ്വർഗം ഉണ്ടാക്കിയെടുത്ത ആ പരദീസയിൽ നിന്നും, ആ ഏദൻ തോട്ടത്തിൽ നിന്നും, ആ മനോഹരമായ സുഭിക്ഷമായ സുന്ദരമായ കാണാൻ ഭംഗിയുള്ള ആ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കി. ദൈവത്തിന്റെ പൈതലേ, പാപം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നാമും തോട്ടത്തിൽ നിന്നും പുറത്താകും. ഒറ്റവാക്കി പറഞ്ഞാൽ, പാപം ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പാപിയുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നീ സഞ്ചരിക്കുന്ന പാതകൾ നിങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ, നിന്റെ ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്ന സഹോദരി സഹോദര, നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദമാകുന്ന അനേക കാഴ്ചകൾ, നമ്മുടെ കാതുകൾക്ക് ഇമ്പമായ സുന്ദരമായ ആ കാഴ്ച, സുന്ദരമായ ആ കാഴ്ചകളും ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് മതി നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കുവാൻ. പാപത്തിൽ നിന്നും ജയം നൽകുന്ന ദൈവം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. നമുക്കറിയാം, 1 യോഹന്നാൻ 3:8 നമുക്ക് കാണുവാൻ കഴിയുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അപ്പൊ പാപം ചെയ്യാത്തവൻ ദൈവത്തിന്റെ മകനാണ്. ഇന്നൊരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകനാണ്. ഏതാണ്ട് ഒരു 90-99% അടുത്ത് കാണാൻ സാധിക്കും. പാപം ചെയ്യാത്തവൻ ആരുമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്നും നമുക്കൊരു മോചനം ആവശ്യമാണ്. ഭഗവത്ഗീത 4-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പാപോഹം പാപകർമ്മോഹം പാപാത്മ പാപസംഭവ താഹിമ പുണ്ടരികാക്ഷേ സർവേ യജ്ഞേ സ്വരാഹരേ. എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യൻ പാപിയാണ്, പാപം ചെയ്യുന്നവനാണ്, പാപാത്മാവാണ്, പാപത്തിൽ ജനിച്ചവനാണ്. അല്ലയോ ഈശ്വര, എന്നെ ഇതിൽ നിന്നും വിടുവിച്ചാലും. നോക്കണം, അപ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് വേദപുസ്തകം പറയുന്നു. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റു പറയുവാൻ സമയമുണ്ട്, അവസരമുണ്ട്. യെഹെസ്കേൽ 18:21 നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകയാത്രയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കളങ്കം പറ്റാതിരിക്കുവാൻ നാം പ്രാർത്ഥനയിൽ മുന്നേറണം. പ്രൈസ് ദി ലോർഡ്. പാപം നമ്മളെ കീഴടക്കുവാൻ പാടില്ല. പാപം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പാടില്ല. ഈ പാപത്തിൽ നിന്നും ഒരു ജയം നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ വേണ്ട രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്നുണ്ട്. നമ്മുടെ നാവിനെ നമുക്ക് കടിഞ്ഞാണിടുവാൻ പറ്റുന്നില്ല. കാരണം പാപം നമ്മളെ പിടികൂടുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ, ഈ പാപത്തിൽ നിന്നും ഒരു മോചനം നമുക്ക് ആവശ്യമാണ്. പാപത്തിൽ നിന്നും ജയം നൽകുന്ന ഒരു ദൈവം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നാം ജീവിക്കണം. ഈ ലോകത്തിന് നാം അനുരൂപപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളർച്ച ഉണ്ടാകത്തില്ല.
ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് നാം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് കുറയും. ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് നാം പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം തകരും. കാരണം ഈ ലോകം പിശാചിന്റെ കരങ്ങളിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചു. യേശു ക്രിസ്തു പരീക്ഷണങ്ങളിൽ നിന്നും ജയിച്ചു. യേശു ക്രിസ്തു ആ പരീക്ഷണത്തെ പരാജയപ്പെടുത്തി. അവൻ പാപത്തെ പരാജയപ്പെടുത്തുന്ന ദൈവമാണ്. മുൻപോട്ട് നമ്മുടെ യാത്ര സുസ്ഥിരമായി തീരണമെങ്കിൽ ഈ പാപത്തിൽ നിന്നും ഒരു ജയം നമുക്ക് അനിവാര്യമാണ്. പാപം നമ്മളെ കീഴ്പ്പെടുത്തരുത്. പാപത്തെ നമുക്ക് കീഴ്പ്പെടുത്താം. അതിനുള്ള ദൈവ കൃപയ്ക്കായി നമുക്ക് ജാഗരിക്കാം, നമുക്ക് ആത്മതപനം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പാപത്തിൽ നിന്നും ജയം നൽകുന്ന ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ പാപം കീഴ്പ്പെടുത്തിയില്ല, മറിച്ച് യേശു ക്രിസ്തു പാപങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി അതിന്മേൽ വിജയപേര് മുഴക്കിയവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് പാപത്തിൽ നിന്നും ഒരു ജയം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നാം വസിക്കുമ്പോൾ, പ്രത്യേകാൽ ഭക്തന്മാർ ഈ ലോകത്ത് വസിക്കുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ഗമനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ പ്രാർത്ഥനകളെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ ആത്മീയ കൂടുവരിവുകളെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരുടെ സകല പദ്ധതികളെയും പൊളിച്ചു കളയുവാൻ ഈ ലോകത്തിന് സാധിക്കും. എന്നാൽ ഈ പാപത്തിൽ നിന്നും ജയിക്കുവാൻ, ഈ പാപത്തിൽ നിന്നും ഒരു ജയം നിനക്ക് ആവശ്യമാണെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതത്തിന് മൂർച്ച കൂട്ടുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടുവാൻ ഇന്ന് രാത്രി കാലം സ്വർഗം പറയുന്നു, പാപത്തിൽ മീതെ ഒരു ജയം അനിവാര്യമാണ്. പാപത്തെ നീ ജയിച്ചാൽ പിന്നെ സകലത്തിലും ദൈവം നിനക്ക് ജയം നൽകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടവൻ പോകുവാൻ പാടില്ല. അവൻ പാപത്തെ ജയിക്കണം, പാപത്തെ കീഴ്മേൽ മറിക്കണം, പാപത്തെ ഇല്ലായ്മ ചെയ്യണം. വിശുദ്ധിയോടും വേർപാടും കൂടെ ജീവിക്കാനുള്ള കൃപ അവൻ ആർജിച്ചെടുക്കണം. അവൻ പ്രാർത്ഥനയിലിരുന്ന് അത് ദൈവത്തോട് പ്രാപിച്ചെടുക്കണം. ഇല്ലെങ്കിൽ വിശ്വാസ ജീവിതം തകിടം മറിയും. ഇല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അളവ് കുറയും, പ്രാർത്ഥനയുടെ അളവ് കുറയും, നമ്മുടെ ബൈബിൾ വായന കുറയും, ആത്മീയമായി നാം തകർന്നു പോകും. ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. പാപത്തെ ജയിക്കുവാനുള്ള കൃപ, പാപത്തെ ജയിക്കുവാനുള്ള അഭിഷേകം, പാപത്തെ ജയിക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തി, പാപത്തെ ജയിക്കുവാനുള്ള ദൈവത്തിന്റെ അഭിഷേകം ഇന്നിന്റെ രാത്രിയിൽ നീ ആർജിച്ചെടുക്കുന്നുവെങ്കിൽ നിനക്കൊരു വിജയമുണ്ട്. നീ പോകുന്ന മണ്ഡലങ്ങൾ, നീ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിനക്കൊരു വിജയമുണ്ടെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. പാപം നിന്നെ കീഴ്പ്പെടുത്തരുത്, മറിച്ച് പാപത്തെ നീ കീഴ്പ്പെടുത്താൻ ശ്രമിക്കണം. അവൻ പാപത്തെ ജയിച്ച ദൈവമാണ്. പാപത്തെ അവൻ ജയിച്ചവനാണ്. പക്ഷെ പാപം അവനെ കീഴ്പ്പെടുത്തിയില്ല. അവൻ പാപത്തെ കീഴ്പ്പെടുത്തി. അവനാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. അവന്റെ ശക്തനാണ് ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാപത്തിൽ നിന്ന് ഒരു ജയം നമുക്ക് അനിവാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അധികം കടന്നു പോകുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെയെങ്കിൽ നാം എല്ലാം പാപം ചെയ്യുന്നില്ലേ? വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, നോട്ടം കൊണ്ട്, സംസാരം കൊണ്ടൊക്കെ നാം പാപങ്ങൾ ചെയ്യാറില്ലേ? അപ്പോൾ അത് വരാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. ജീവിതത്തെ ഒന്ന് പുതുക്കിയെടുക്കണം. നമ്മുടെ പ്രാർത്ഥന ഒന്ന് പുതുക്കിയെടുക്കണം. തന്നെയും പിന്നെയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ജീവിതശൈലിക്ക് ഒരു മാറ്റവും ഉണ്ടാകണം. നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നാളിത്തിരിയായി നമുക്കൊരു ഉയർച്ചയില്ല. നാളുകൾ ഇത്രയും പിന്നിട്ടിരിക്കുന്നു, നമുക്കൊരു വിജയമുണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നും കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും രോഗവും ദുഃഖവും സഹനവും ക്ലേശവും നിന്ദയും പരിഹാസവും ഒക്കെ ജീവിതത്തിൽ ഒരു തിരമാല അടിച്ചു കയറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അടിച്ചു കയറുകയാണ്. കാരണം എന്ത്? ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, നാം എല്ലാം പാപത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. പോരാ, പാപത്തെ തകർക്കുവാനുള്ള കൃപ നമുക്ക് വേണം.
വാക്കുകൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ, നമ്മുടെ ചിന്ത കൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ, നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന പാപങ്ങൾ, അതിനെല്ലാം ഇന്ന് രാത്രിയിൽ ജയിക്കുവാനുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. അവൻ പാപത്തെ ജയിച്ച ദൈവമാണ്, അവൻ പാപത്തെ കീഴ്പ്പെടുത്തിയ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു വിജയം നിനക്ക് ആവശ്യമാണെങ്കിൽ, ഒരു വിജയം നിനക്ക് അനിവാര്യമാണെങ്കിൽ, പാപത്തെ തൂത്തെറിയാനുള്ള ദൈവത്തിന്റെ കൃപ നിനക്ക് ആവശ്യമായിരിക്കുന്നു. ആ കൃപയുള്ളവൻ പാപത്തെ ജയിച്ചിരിക്കും. ആ കൃപയുള്ളവൻ ദൈവത്തോട് അടുത്തു വരും. ആ കൃപയുള്ളവൻ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവൻ വിജയിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൽ നിന്നും നമുക്ക് ജയം ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു. രണ്ടാമത്തെ ജയം നൽകുന്ന ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത നമുക്കൊന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം പറയുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു പാപത്തിൽ നിന്നും ജയം നൽകി. രണ്ടാമത് യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു 248 പരം രാജ്യങ്ങൾ ഏകദേശം ലോകത്തിലുണ്ട്. 700 കോടിയിൽ പരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ് നമ്മുടെ ഈ ലോകം. അപ്പം നോക്കണം, ഈ ലോകത്തെ യേശു ക്രിസ്തു ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഈ ലോകത്തിൽ ദുഷ്ടന്മാരുണ്ട്, ഈ ലോകത്തിൽ മ്ലേച്ഛതകളുണ്ട്, ഈ ലോകം കാണാൻ സുന്ദരമാണ്, അത് ബൃഹത്താണ്, വിശാലമാണ്, ജീവിക്കുവാൻ എല്ലാ വിഭവങ്ങളും ഈ ലോകത്തിൽ കിട്ടും. ഒരു ഭക്തനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചവനാണ്. നാമും ലോകത്തെ ജയിക്കേണ്ടിയിരിക്കുന്നു. ലോകം നമുക്ക് അനുകൂലമല്ല, ലോകം നമുക്ക് പ്രതികൂലമാണ്, ലോകം നമ്മളെ പരിഗണിക്കില്ല. എന്നാൽ ലോകത്തെ ജയിച്ചവൻ നമ്മളെ പരിഗണിക്കും. ലോകം നമ്മളെ ത്യജിച്ചാൽ ഉപേക്ഷിക്കത്തവനാണ് ലോകത്തെ ജയിച്ചവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയുവാൻ എത്ര പേർക്ക് കഴിയും? യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചുവെങ്കിൽ അവനെ പിൻപറ്റുന്ന അവന്റെ ശിഷ്യന്മാരായ നമുക്കെന്തുകൊണ്ട് പറയുവാൻ കഴിയുന്നില്ല ഞാനും ലോകത്തെ ജയിച്ചവനാണെന്ന്? യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദലേ, നീയും ഞാനും ലോകത്തെ ജയിച്ചവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമുക്ക് ജയമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ ദുഷ്ടമനുഷ്യരുണ്ട്. ഈ ലോകം നമുക്കനുകൂലമല്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും നിരാശകളും സങ്കടങ്ങളും ദുരിതങ്ങളും എല്ലാം ഈ ലോകത്തിൽ സുലഭമായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മളെ ഏശാതിരിക്കണമെങ്കിൽ നാം ലോകത്തെ ജയിച്ചിരിക്കണം. ആ ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, പ്രാർത്ഥന, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യമല്ല. കാരണം അവന് പ്രതികൂലങ്ങളായിരിക്കും കൂടുതലുണ്ടാകുന്നത്, അവന് കണ്ണുനീരായിരിക്കും കൂടുതലുണ്ടാകുന്നത്, ദുഃഖങ്ങളായിരിക്കും കൂടുതലുണ്ടാകുന്നത്, വിഷമങ്ങളായിരിക്കും കൂടുതലുണ്ടാകുന്നത്. കുടുംബത്തിലൊരു പക്ഷേ സ്വസ്ഥത കണ്ടില്ലെന്ന് വരും. പോകുന്ന ഇടങ്ങളിൽ പോലും സമാധാനം കിട്ടിയില്ലെന്ന് വരും. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാനുള്ള പദാർത്ഥങ്ങൾ കിട്ടിയില്ലെന്ന് വരും. കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരും. ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. രാത്രിയിൽ ആരെങ്കിലും സന്ദേശം കാണുന്നുണ്ടെങ്കിൽ, അല്ല കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നീ പതറരുതേ, നീ പിറകോട്ട് പോകരുതേ.
ഓർത്തോളം വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഗുരുവിൻ്റെ വാക്ക് കേട്ടല്ലോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ഗുരു പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും, കണ്ടോ, എങ്കിലും ധൈര്യപ്പെടുവിൻ എന്ന് പറയുന്നു. പിന്നെ പറയുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒറ്റവാക്കി പറഞ്ഞാൽ, ലോകം യേശുക്രിസ്തുവിനെ പരാജയപ്പെടുത്തിയില്ല. ലോകത്തിന് യേശുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല. അവൻ പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവനെത്ര മഹാൻ, പാപികളോട് വേർവിട്ടവൻ. ഹല്ലേലൂയ. ഇവനാണ് എൻ്റെ യേശു ക്രിസ്തു, ലോകത്തെ ജയിച്ചവൻ. ഇതുപോലൊരു മഹാൻ ലോകത്തുണ്ടായിട്ടേയില്ല, ഇനിയൊട്ടും ഉണ്ടാകത്തേയില്ല. അവനെക്കുറിച്ച് പ്രസംഗിക്കാത്തവർ ലോകത്തിൽ ആരുമില്ല. അവനെക്കുറിച്ച് എഴുതാത്ത ഗാനങ്ങൾ ലോകത്തിലില്ല. അവൻ പടകിൽ നിന്നുകൊണ്ട് വചനം സംസാരിച്ചു. അവൻ വെള്ളത്തിന് മീതെ നടന്നു. കുരുടന് കാഴ്ച കൊടുത്തു. ഊമനെ സംസാരിപ്പിച്ചു. ചെകടിന് കേൾവി കൊടുത്ത് മുടന്തനെ നടപ്പുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. പച്ചവെള്ളത്തവൻ വീഞ്ഞാക്കി. 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചു. ഇവനെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് ലോകത്തിൽ ഒന്നും നേടിയെടുക്കുവാൻ കഴിയില്ല. അവൻ ലോകത്തെ ജയിച്ചവനാണെന്ന് എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും. ഇവനെ പോലൊരു മഹാൻ ലോകത്തിന്ന് വരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, മഹാത്മാഗാന്ധി, അംബേദ്കർ, കാരൽ മാർക്സ്, ഐസക് ന്യൂട്ടൻ, എത്രയോ മഹാന്മാർക്ക് ജന്മം കൊടുത്ത നാടാ, അല്ല ജന്മം കൊടുത്ത രാജ്യമാ, അല്ല ജന്മം കൊടുത്ത ലോകമാണ് ഈ കാണുന്നത്. എന്തുപറ്റി? അവർക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിഞ്ഞോ? ഇവർക്കാർക്കെങ്കിലും ലോകത്തെ ജയിക്കുവാൻ കഴിഞ്ഞോ? ഇല്ല. അവർ പരാജയപ്പെട്ടു. പക്ഷേ ലോകത്തെ ചമച്ചവൻ പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചെന്നു. ദുഃഖത്തോടെ, നിരാശയോടെ, വേദനയോടെ, സങ്കടത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെയാണോ ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുന്നത്? വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കേട്ടോണം, ആ വാക്യം കേട്ടോണം. ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഈ വേദവാക്യം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വേദന ഉള്ളിലിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുഃഖം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, ധൈര്യപ്പെടുവിൻ കർത്താവ് പറയുന്നു. അവൻ നിനക്ക് വേണ്ടി ഒരു ജയത്തിന് വഴി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ നീ അനുഭവിച്ച ത്യാഗങ്ങളും നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം വഴിമാറാൻ പോവുകയാ. യേശു ക്രിസ്തു പറയുന്നു, ധൈര്യപ്പെടുവിൻ. നീ ധൈര്യത്തോടിരിക്കുക. ഈ വേദവാക്യം നിന്റെ നെഞ്ചിൻ്റെ കൂട്ടിൽ ഒരു വെള്ളിടി വെട്ടുന്നത് പോലെ ഇടിച്ചിറങ്ങട്ടെ. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ജയം ദൈവം നിനക്ക് നൽകുവാൻ പോവുകയാണ്. നീ പരാജയപ്പെട്ട സ്ഥലത്ത് നിനക്കൊരു ജയം ദൈവം നൽകുവാൻ പോകുന്നു. നിന്ദിച്ച ഇടത്ത് നിനക്കൊരു ജയം ദൈവം നൽകുവാൻ പോകുന്നു. തള്ളപ്പെട്ട ഇടത്ത് നിനക്കൊരു ജയം ദൈവം നൽകുവാൻ പോകുന്നു. തകർക്കപ്പെട്ട സ്ഥലത്ത് ദൈവം നിനക്കൊരു ജയം നൽകുവാൻ പോകുന്നു. ശുശ്രൂഷ മുഖത്ത് നീ അനുഭവിച്ച നൊമ്പരങ്ങളും വേദനകളും ത്യാഗങ്ങളും അതിൻ്റെ നടുവിലൊരു ജയം ദൈവം നിനക്ക് നൽകുവാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർ ഈ ദൂതേറ്റെടുക്കുന്നു? ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? വേദപുസ്തകം പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച യേശു ക്രിസ്തുവിന്റെ വാക്കാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവനെ പരാജയപ്പെടുത്തുവാൻ റോമൻ പടയാളികൾ കിണഞ്ഞു പരിശ്രമിച്ചു. കൂടെ നിന്ന ശിഷ്യന്മാർ ഒറ്റിക്കൊടുത്തു.
ആര് പരാജയപ്പെട്ടു? അവറ്റകൾ പരാജയപ്പെട്ടു. പക്ഷേ ലോകത്തിന്റെ ഗുരു പരാജയപ്പെട്ടില്ല. അവൻ വിജയം കൊണ്ടവിടെ. അവനെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ ലോകത്തെ ജയിച്ചവനാണ്. അവനെ പോലൊരു മഹാലോകത്തുണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകത്തുമില്ല. ഹല്ലേലൂയ. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പിന്നെന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? പിന്നെന്തിനാണ് നീ ഭാരപ്പെടുന്നത്? എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ തലമുറകളെ ഓർത്ത്, എൻ്റെ സഭാ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട്, എൻ്റെ ദേശത്തെ ഓർത്തുകൊണ്ട്, എൻ്റെ കൂട്ടുകാരെ ഓർത്തുകൊണ്ട്, എൻ്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട്, എൻ്റെ സഹോദരന്മാരെ ഓർത്തുകൊണ്ട് എന്തിനാണ് നീ ഭാരപ്പെടുന്നത്? നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട് എന്ന് യേശുക്രിസ്തു പറയുന്നുവെങ്കിലും അവൻ പറയുന്നു, ധൈര്യപ്പെടുവേൻ. ഇത്രത്തോളം ധൈര്യപ്പെടുത്തുന്ന ഒരു ഗുരു ലോകത്തിൽ വേറെ ആരുമില്ല. തകർന്നാലും നിന്റെ തകർച്ചയിൽ ഇറങ്ങി വന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു യേശുക്രിസ്തു. നിന്റെ ദുഃഖങ്ങളിൽ ഇറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ യേശുക്രിസ്തു. നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് നിന്നോടൊപ്പം നിന്റെ വേദനകളിലും ദുഃഖങ്ങളിലും ഹല്ലേലൂയ നിന്നെ ആനന്ദിപ്പിക്കുന്ന, നിന്നെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ ഗുരു യേശുക്രിസ്തു. അവൻ പറയുന്നു, ധൈര്യപ്പെടുവേൻ. പ്രതികൂലമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷെ ധൈര്യപ്പെടണം. അവയൊക്കെ തകർത്ത് അതിനെയൊക്കെ ജീവിക്കുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോടിരുന്ന് പ്രാർത്ഥിച്ച് എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആരാണ് ലോകത്തെ ജയിച്ചത്? യേശുക്രിസ്തു. നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ കേട്ടിട്ടുണ്ടോ? ലോകത്തെ ജയിച്ച ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ലോകത്തെ ജയിച്ചവൻ ആരുമില്ല. മറ്റുള്ള ഇടങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഓരോരുത്തർ ജയിച്ചവരുണ്ട്. അവരുടെ പേരും പ്രശസ്തിയും ഒക്കെ ഒരുപക്ഷെ നമുക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബൾബ് കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൻ, അദ്ദേഹം ആ പരീക്ഷണത്തിൽ ജയിച്ചു. സമാധാനത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്ന മദർ തെരേസ, അവരാ കാര്യത്തിൽ വിജയം കൊണ്ട്. എന്നാൽ ലോകത്തെ ജയിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തിരുവനന്തപുരത്തിലൂടെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതാണ് എൻ്റെ യേശുക്രിസ്തു. അവൻ ലോകത്തെ ജയിച്ചവനാണ്. ഈ ലോകത്തിൽ ജയിക്കണമെങ്കിൽ വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ ദുഷ്ടമനുഷ്യരുണ്ട്. ഈ ലോകം നാം ചിന്തിക്കുന്ന പോലുള്ള ഒരു ലോകമല്ല. ഈ ലോകം നമ്മളെ ആശ്വസിപ്പിക്കത്തില്ല. ഈ ലോകം നമ്മുടെ വേദനയിൽ നമ്മുടെ കൂടെ വരില്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഏറിയാൽ 70-50 വർഷം മാത്രം നമുക്ക് ദൈർഘ്യമുള്ള ഈ ലോകത്തിൽ. ഈ ലോകത്തോട് നാം ഓരോരുത്തരും വിട പറയേണ്ടവരാണ്. ഈ ലോകത്തിൽ സ്ഥിരവാസം ചെയ്യുവാൻ ഒരൊറ്റ മനുഷ്യനും കഴിയത്തില്ല. ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ് നാം ഓരോരുത്തരും. ജീവിതകാലം മുഴുവനും ഈ ലോകത്തിൽ നമുക്ക് വസിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ആയുസ്സും ആരോഗ്യം എത്രയാണ് നമുക്ക് ഗണിച്ചറിയുവാൻ കഴിയില്ല. അത് സർവസ്ഥനായ ദൈവത്തിനെ അറിയൂ. എങ്കിലും ഉള്ളിടത്തോളം കാലം ലോകത്തെ ജയിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ ജയിച്ചില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ഈ ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ യേശുക്രിസ്തു. ഈ ലോകത്തിൽ അനർത്ഥമുണ്ട്. ഈ ലോകത്തിൽ ദുഷ്ടമനുഷ്യരുണ്ട്. ഈ ലോകത്തിൽ കണ്ണുനീരുണ്ട്. നമുക്കറിയാം. അപ്പോൾ ഈ ലോകം നമുക്ക് അനുകൂലമല്ല. കണ്ണുനീരുള്ള ലോകം, മുറവിളിയുള്ള ലോകം, ദുഃഖമുള്ള ലോകം, സന്തോഷം തരാത്ത ലോകം, സമാധാനം തരാത്ത ലോകം. നിങ്ങൾക്കറിയണ്ടേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു. ഈ ലോകം സമാധാനം തരുന്നുണ്ടോ? അമേരിക്കയും പാലസ്തീനും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. ഈ ലോകം നമുക്ക് സമാധാനം തരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം നമുക്ക് സമാധാനം തരുന്നുണ്ടോ? പിന്നെ
ഈ ലോകം തരുന്ന പോലൊരു സമാധാനമല്ലല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ലോകം നമുക്ക് സമാധാനം തരത്തില്ല. ലോകം നമുക്ക് തരുന്നത് കണ്ണുനീരാണ്. ഒരുപാട് അനർത്ഥങ്ങളുണ്ട് ഈ ലോകത്തിൽ. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹല്ലേലൂയ, ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദനയുണ്ടല്ലോ, ഇപ്പോൾ നീ ആരോടും പറയാതിരിക്കുന്ന ഈ നൊമ്പരം, നിന്റെ വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം, അതിന് മേലൊരു ജയം നൽകുവാൻ എൻ്റെ യേശു നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ പറയുന്നു, ഞാൻ പാപത്തെ ജയിച്ചവനാ. അവൻ പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചവനാ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ഇതുവരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തു വിഷയമായാലും ആ വിഷയത്തിന് മേലൊരു വിജയം നൽകുവാൻ എൻ്റെ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, സാമ്പത്തികമായി നീ തളർന്നിരിക്കുന്നുവെങ്കിൽ, മുൻപോട്ട് ഞാൻ എങ്ങനെ ഇനിയും പോകും? എൻ്റെ കുടുംബത്തിൽ കടബാധ്യതകളുണ്ടാകും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്കൂളിൽ എങ്ങനെ അയക്കും? പണിയില്ല, ആകെ വിഷമത്തിലൂടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഞെരുക്കമാണ് എന്നെ പിടിച്ചു കുലുക്കുന്നത്. ആരെങ്കിലും വേദനയുടെ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ എൻ്റെ യേശു ക്രിസ്തു പറയുന്നു, ധൈര്യപ്പെടുക. ഹല്ലേലൂയ. അവൻ വീണ്ടും പറയുന്നു, ധൈര്യപ്പെടുവേൻ. ഒന്നും കൊണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പാപത്തെ ജയിച്ചവനാണ്, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. അങ്ങനെയെങ്കിൽ നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കണ്ടെത്തും. എന്നല്ല, ഞാൻ പരിഹരിച്ചു തരും. ഹല്ലേലൂയ. ഞാൻ അതിന്മേലൊരു ജയം നൽകുമെന്ന്. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഇനിയും അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജയം നൽകുന്ന ദൈവം, ഒന്ന്, അവൻ പാപത്തിൽ നിന്നും നമുക്ക് ജയം നൽകുന്നു. രണ്ട്, യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു. മൂന്ന്, അവൻ മരണത്തിൽ നിന്നും ജയം നൽകുന്നു. ഈ പോയിന്റ് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരണത്തിൽ നിന്നും ജയം നൽകുന്ന ദൈവം. 1 കൊരിന്ത്യർ ലേഖനം 15-55 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ഹേ മരണമേ, നിന്റെ വിഷമങ്ങളുണ്ട്. അപ്പോൾ മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മരണം ചെന്നിട്ടില്ലാത്ത കുടുംബം, ഭവനങ്ങൾ ലോകത്തിൽ എങ്ങുമില്ല. അത് വാസ്തവമായ കാര്യമാണ്. മരണം ചെല്ലാത്ത ഭവനങ്ങൾ ലോകത്തൊന്നുമില്ല. എവിടൊക്കെ ഭവനങ്ങളുണ്ടോ, എവിടൊക്കെ മനുഷ്യരുണ്ടോ, അവിടെയെല്ലാം മരണം കടന്നു ചെന്നിട്ടുണ്ട്, അല്ലേ? എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, യേശു ക്രിസ്തു പറയുന്നു, ഞാൻ മരണത്തെ ജയിച്ചവനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എത്രയോ മഹാന്മാർ ഈ ലോകത്തിൽ ജനിച്ചു, മരിച്ചു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ മരണത്തെ ജയിച്ച് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഞാൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. അങ്ങനെയെങ്കിൽ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയുമ്പോൾ നമുക്കും ഒരു പൊൻപുലരിയിൽ ഉയർത്തെഴുന്നേൽക്കാം. ഹല്ലേലൂയ. അവൻ മരണത്തെ ജയിച്ചവനാണ്. മരണത്തിന് പോലും അവനെ കീഴടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. മരണം അവിടെ പരാജയപ്പെട്ടു. മരണത്തെ മറിച്ചിട്ട് മാറത്ത് കയറി നിന്നുകൊണ്ട് വിജയത്തിൻ്റെ പേര് മുഴക്കിയവനാണ് എൻ്റെ യേശു ക്രിസ്തു. അവൻ പറയുന്നു, ഞാൻ മരണത്തെ ജയിച്ചവനാണെന്ന്. പാതാള ഗോപുരങ്ങളെ അവൻ തകർത്ത് കളഞ്ഞു. മരണവാസങ്ങളെല്ലാം അവൻ തകർത്ത് കളഞ്ഞു. അവനെ അടക്കിയ കല്ലർക്ക് പോലും അവനെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ.
അവൻ്റെ കാൽക്കരങ്ങളിൽ ആണിയടിച്ചു. പടയാളികൾ വിശ്വസിച്ച് അവൻ ഇതോടുകൂടെ തീരുകയാണെന്ന്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇതിനെയെല്ലാം ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് എൻ്റെ യേശു ക്രിസ്തു. അവൻ പറയുന്നു, ഞാൻ മരണത്തെ ജയിച്ചവനാണെന്ന്. ഹല്ലേലൂയ. അപ്പോൾ മരണത്തെ നമുക്കും ജയിക്കണം. എങ്ങനെ ജയിക്കണം? ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ വരവെങ്കിൽ നമുക്കും ഒരു ഉയർപ്പിൻ്റെ സുപ്രഭാതമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് സങ്കടമില്ല. ഹല്ലേലൂയ. കാരണം എനിക്കറിയാം എനിക്കും ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ടെന്ന ആ പ്രത്യാശ, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മരണത്തിൽ നിന്നും ജയം. ഇന്ന് പല രാജ്യങ്ങളിലും മരിച്ചവരെ ഉയർപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെന്തുമായിക്കോട്ടെ, അതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ യേശു മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. അങ്ങനെയെങ്കിൽ അവൻ അസാധ്യമായി ഒന്നും ഈ ലോകത്തിലില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മരണത്തെ ജയിച്ചവനാണ് യേശു ക്രിസ്തു. മരണം ചെന്നിട്ടില്ലാത്ത ഭവനങ്ങൾ ലോകത്തൊന്നുമില്ല. എല്ലായിടങ്ങളിലും മരണം കയറി ചെന്നിട്ടുണ്ട്. മരണത്തിന് ജാതിയില്ല, മരണത്തിന് മതമില്ല, മരണത്തിന് ഭാഷയില്ല, മരണത്തിന് നിറമില്ല, മരണത്തിന് രാജ്യങ്ങൾ വ്യത്യാസമല്ല. മരണം സമയമാകുമ്പോൾ അത് അതിൻ്റെ ഇരയെ തേടി എത്തുക തന്നെ ചെയ്യും. ഒരു ക്രിസ്തു ഭക്തന് ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. എന്താ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനോ നീയോ മരിച്ചു കഴിഞ്ഞാൽ കാഹളം മുഴങ്ങുമ്പോൾ അവൻ്റെ വരമെങ്കിൽ നാമും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയോടെ കൂടിയാണല്ലോ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബത്തിൽ ആളംഗം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട മാതാവ് അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട മറ്റുള്ളവരാരെങ്കിലും മരിച്ചു പോയല്ലോ, ഹല്ലേലൂയ എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ മോൾ മരിച്ചുപോയി, എൻ്റെ മകൻ മരിച്ചുപോയി, എൻ്റെ സഭയിലെ പാസ്റ്റർ മരിച്ചുപോയി എന്നോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു അവൻ മരണത്തെ ജയിച്ചവനാണെന്ന്. അങ്ങനെയെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വേദന അനുഭവിക്കുന്നുവെങ്കിൽ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, വിലാപത്തോടോ ബുദ്ധിമുട്ടോടോ ആരെങ്കിലും പ്രയാസത്തോടോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത് മരണം നഷ്ടമല്ല, മരണം നമുക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് മരണം അവന് നഷ്ടമല്ല, മറിച്ച് മരണം അവന് ലാഭമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജയം യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ 3 വിധത്തിലാണ് നമുക്ക് ജയം നൽകിയിരിക്കുന്നത്. ഒന്ന്, പാപത്തിൽ നിന്നും യേശു ക്രിസ്തു നമുക്ക് ജയം നൽകി തന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകത്തിനനുരൂപമായി നാം ജീവിക്കരുത്. എബ്രായലേഖനം 12-ാം അധ്യായം. ലോകം നമുക്ക് ഇമ്പമാകുന്ന ഓരോന്നും തന്നുകൊണ്ടിരിക്കും. ഈ ലോകം നമുക്ക് അനുകൂലമായി തീരില്ല. ഈ ലോകത്തിന് നാം അനുരൂപമായി തീരരുത്. ഹല്ലേലൂയ. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കുവാനിടയായിത്തീരും. അപ്പോൾ പാപത്തിൽ നിന്നും ജയം തരുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പാപമില്ലാത്തവനായി ജീവിച്ചു, പാപമില്ലാത്തവനായി മരിച്ചു. ഹല്ലേലൂയ. ആ മാതൃക നമുക്ക് പിന്തുടരണം. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഇന്ന് രാത്രിക്കാലം സ്വർഗത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ഗമിക്കാം. അവൻ പാപത്തെ ജയിച്ച ദൈവമാണ്. 2, നാം കെട്ടുകഴിഞ്ഞു ലോകത്തെ ജയിച്ചിരിക്കുന്നു. യെസ്,
ലോകത്തിൽ ദുഷ്ടമനുഷ്യരുണ്ട്, ലോകത്തിൽ കണ്ണുനീരുണ്ട്, ലോകത്തിൽ സമാധാനമില്ല, ലോകത്തിൽ സന്തോഷമില്ല, ലോകത്തിൽ സ്നേഹമില്ല, ലോകത്തിൽ നിന്നയും പട്ടിണിയും ദാരിദ്ര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ. ഈ ലോകത്ത് നിനക്ക് കഷ്ടമുണ്ട് സ്നേഹിത, ഈ ലോകത്ത് നിനക്ക് നിരാശയുണ്ട് സ്നേഹിത. വചനം പറയുന്നു, നീ ഭാരപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ലോകത്തെ ജയിച്ചുവെങ്കിൽ പിന്നെ നീ എന്തിനു ഭാരപ്പെടുന്നു എന്നാണ് എൻ്റെ ചോദ്യം. നീയും ധൈര്യത്തോടിരിക്കുക, നിന്നെയും അവൻ വിജയത്തിൻ്റെ പാത ഒരുക്കി തരും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് നാം കേട്ട് കഴിഞ്ഞു, മരണത്തിൽ നിന്നും അവൻ നമുക്ക് ജയം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ മരണത്തെ ജയിച്ചവനാണ്. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു. ഈ 3 കാര്യങ്ങളിലും ജയിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. നമുക്ക് ധൈര്യത്തോടെ ഇനിയും ഈ ലോകത്തോട് വിളിച്ചു പറയാം, എൻ്റെ യേശുക്രിസ്തു അല്ലാതെ ഇങ്ങനൊരു മഹാൻ ഉലകത്തിലെ ഇല്ല. എന്തുകൊണ്ടാണെന്ന് ലോകം ചോദിച്ചാൽ നാം പറയണം, അവൻ പാപത്തെ ജയിച്ചവനാ. ഇങ്ങനൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഹല്ലേലൂയ. കാണിച്ചു തരാൻ അവർക്ക് കഴിയത്തില്ല. രണ്ടാമത് നമുക്ക് പറയാം, അവൻ ലോകത്തെ ജയിച്ചവനാ. ലോകം പറയുമോ ഇങ്ങനെ ലോകത്തെ ജയിച്ച വേറൊരു വ്യക്തി ഉണ്ടെന്നും? ഇല്ല, ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം, അവൻ ലോകത്തെ ജയിച്ചവനാ. അവനെ പോലൊരു ജയാളി ഉലകത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, ഇനിയോട്ട് ഉണ്ടാകത്തുമില്ല. മൂന്നാമത് നമുക്ക് പറയാം, എൻ്റെ യേശുക്രിസ്തു മരണത്തെ ജയിച്ചവനാ. ഇങ്ങനൊരു വ്യക്തി ലോകത്തിൽ ഉണ്ടായിട്ടേ ഇല്ല, എൻ്റെ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ പാപത്തെ ജയിച്ചവനാണ്, അവൻ ലോകത്തെ ജയിച്ചവനാണ്, അവൻ മരണത്തെ ജയിച്ചവനാണ്. ആ യേശുവിനെയാണ് നാം പിൻപറ്റുന്നത്, ആ യേശുവിനെയാണ് നാം ഫോളോ ചെയ്യുന്നത്. അവനെ നമുക്ക് സ്നേഹിക്കാം, അവനെ നമുക്ക് മാനിക്കാം, അവനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് നമ്മുടെ വിഷയങ്ങൾ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സകലത്തിനും പരിഹാരം അവിടുന്ന് മാത്രമേ ഉള്ളൂ. കാരണം സകലത്തെയും ജയിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ ഉള്ളൂ എന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ, അല്ല ഭവനത്തിലെ പണി തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം നിന്റെ പ്രാർത്ഥനയിലൂടെ മാത്രം അവൻ വഴി തുറന്നു തരും. ആര്? യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരാജയത്തിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ സകല മനുഷ്യർക്കും. യേശുവിൻ്റെ പരാജയത്തിൻ്റെ കഥകൾ പറയുവാനില്ല. അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ ചെയ്ത പ്രവൃത്തികളിലൊക്കെ അവന് വിജയം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാമും പറയണം, നാം പരാജയപ്പെട്ടിട്ടില്ല, ഇനിയും ഒട്ടും ഞാൻ പരാജയപ്പെടുകയില്ല. കാരണം എൻ്റെ യേശു ഇവയെല്ലാം ജയിച്ചവനാണെന്ന്. ഹല്ലേലൂയ. ആ യേശുവിനെയാണ് നാം ആരാധിക്കുന്നത്, ആ യേശുവിനെയാണ് നാം മഹത്വം കൊടുക്കുന്നത്, ആ യേശുവിനെയാണ് നാം പിൻപറ്റുന്നത്. സകലത്തെയും ജയിച്ചവൻ. ഹല്ലേലൂയ. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു. അവൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം, അവൻ്റെ മുമ്പിൽ നമുക്ക് ശിരസുകളെ വണക്കാം. ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ കേൾക്കപ്പെട്ട ചെറിയ ആലോചന ഉണ്ടാകെ നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധനായ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം. അല്പസമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ അടിയന് കൃപ നൽകിയെത്തന്നല്ലോ. ഈ കേട്ട ദൈവവചനങ്ങൾ തന്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പാപത്തെ ജയിച്ചവനാണ്, അങ്ങ് ലോകത്തെ ജയിച്ചവനാണ്, അങ്ങ് മരണത്തെ ജയിച്ചവനാണപ്പാ. അങ്ങക്കല്ലാതെ ഈ ലോകത്തൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളിയ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ സമസ്ത വിഷയം രാത്രി ഏൽപ്പിക്കുകയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ അനുദിന ജീവനങ്ങളിൽ അല്ലെങ്കിൽ ഒരു വിജയത്തിന്റെ വഴി അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലവും നന്മയ്ക്കായി തീരുവാൻ അവിടുന്ന് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടിയന് സമയം നൽകി തന്ന പാസ്റ്റർ ബിനോയ് കോട്ടയം തൻ്റെ കുടുംബത്തിനും കണ്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.